സർക്കാരിനും കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടി. കീം പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് തെറ്റ്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും കോടതി. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സർക്കാർ. ഓടുന്നതല്ല മന്ത്രിയുടെ പ്രസ്താവന. പക്ഷെ ഇവിടെ വന്ന് നോക്കുന്നേരോ അങ്ങനത്തെ ഒരു നിലപാട് കാണുന്നില്ല. ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വന്നതാ ബസ് ഓടുന്നില്ല ബുദ്ധിമുട്ടാ. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു മാർഗം കാണില്ല. സംയുക്ത തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് കേരളം. വിവിധ ജില്ലകളിൽ സർവീസിന് തയ്യാറായ KSRTC ജീവനക്കാരെ തടഞ്ഞ സമരാനുകൂലി സംഘടനകൾ. ദേശീയ തലത്തിൽ പണിമുടക്കിന് പ്രതികരണമില്ല. ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി മെട്രോ നഗരങ്ങൾ സാധാരണ നിലയിൽ. ഡൽഹി ജന്തർ മന്ദറിൽ ഉച്ചകഴിഞ്ഞ് സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധ പ്രകടനം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഗവർണർ പോരിനിടെ കടുത്ത നടപടി തുടർന്ന് താൽക്കാലിക VC സിസ തോമസ്. പദവിയിൽ തുടരരുതെന്നാവശ്യപ്പെട്ട് KS അനിൽകുമാറിന് കത്ത്. രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും താക്കീത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സെൻസർ ബോർഡ്. 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് ബോർഡ്. വി ജാനകി എന്നോ ജാനകി V എന്നോ പേരിൽ മാറ്റം വരുത്താം. കോടതി രംഗത്ത് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യണം. നിർദ്ദേശങ്ങളിൽ നിർമ്മാതാക്കളുടെ നിലപാട് തേടി കോടതി. ഇനി ഓളപ്പരപ്പിലെ ഉത്സവകാലം. ചമ്പക്കുളം മൂലം വള്ളംകളി അല്പസമയത്തിനകം. പമ്പയാറ്റിലെ മത്സരത്തിൽ 5 ചുണ്ടൻ വള്ളങ്ങളടക്കം 11 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഫിഫ ക്ലബ് ലോകകപ്പിൽ ചെൽസിയുടെ എതിരാളികളെ ഇന്നറിയാം. റയൽ PSG സെമി രാത്രി 12:30 മുതൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റ് നാളെ ലോർഡ്സിൽ. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും.